ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, അഡീഷണൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മുഴുവൻ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കോംപ്രിഹെൻഷനാണ്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു പോയമോ തരും. അതിൽ നിന്ന് നമുക്ക് 5 ചോദ്യങ്ങളുണ്ടാവും. ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് നോക്കി എഴുതേ വേണ്ടു. അപ്പോൾ നമുക്ക് ഈ പോയം ഒന്ന് വായിച്ച് നോക്കാം. പോയം വരുമ്പോൾ എന്തായാലും നമുക്ക് എന്തുണ്ടാവും, റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും, പിന്നെ സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാനുണ്ടാവും. അതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഷീ നെൽറ്റ് അലോങ് ദ ബെഡ് സൈഡ് ടു ഹെൽപ്പ് മീ സേ മൈ prayers. She stayed one step behind me as she helped me climb the stairs. She helped me to read the recipe when I baked my first dessert and helped me sew a button on my favorite woven shirt. The lessons of lifetime were easy one to bear with a helping hand to guide me. My mom was always there. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യം നോക്കാം. പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്ന് 2 റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. റൈമിംഗ് വേർഡ്സ് എല്ലാവർക്കും അറിയാം. ഓരോ സെൻറ്റൻസിൻ്റെ എൻഡിൽ വരുന്ന വേർഡ്സ് അത് ഒരേ സൗണ്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുക്കൂ, പ്രയേഴ്സ്, സ്റ്റെയേഴ്സ് രണ്ടും എൻഡ് ചെയ്യുന്ന എസ് എന്നുള്ള സൗണ്ടിലാണ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഡെസേർട്ട്, ഷർട്ട് രണ്ടും എൻഡ് ചെയ്യുന്ന ടി എന്നുള്ള സൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഇതിൽ നിന്നൊക്കെ എടുക്കാം. ടൈം, മീ ഇത് 2 ഇ എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഒരു പോയത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. ഓക്കെ. അപ്പം നമുക്ക് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് നോക്കാം. ഏതൊക്കെയാണ്? പ്രയേഴ്സും സ്റ്റെയേഴ്സും എഴുതാം. അതേപോലെ ബെയർ, ദർ ഇത് 2 നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. ഇനി അടുത്ത, വാട്ട് ഡു യു മീൻ ബൈ ദ എക്സ്പ്രഷൻ ദ ലെസൺസ് ഓഫ് ലൈഫ് ടൈം? ലെസൺസ് ഓഫ് ലൈഫ് ടൈം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ലെസൺസ് ഓഫ് ലൈഫ് ടൈം അതായത് ജീവിതകാല മുഴുവനുള്ള ലെസൺസ്, പാഠങ്ങൾ, ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാല്യുബിൾ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് ലേൺഡ് ത്രൂ ഔട്ട് വൺസ് ലൈഫ്. ഒരാളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസും അതേപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സ്കിൽസും ലേൺ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിനെയാണ് ലെസൺസ് ഓഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സ്പീക്കർ സ്വീറ്റ് മെമ്മറീസ് അബൌട്ട് ഹിസ് മദർ? മദറിനെ കുറിച്ചിട്ടുള്ളവരുടെ മധുരമായ ഓർമ്മകൾ എന്തൊക്കെയാണ്? ദ സ്പീക്കർ സ്വീറ്റ് മെമ്മറീസ് അബൌട്ട് ഹിസ് മദർ ഇൻക്ലൂഡ് ഹെർ ഹെൽപ്പിംഗ് ഹിം വിത്ത് പ്രയേഴ്സ്, ക്ലൈംബിംഗ് സ്റ്റെയേഴ്സ്, ബേക്കിംഗ് ആൻഡ് സ്യൂവിങ്. ഇതൊക്കെ അദ്ദേഹത്തിന് മദറിനെ കുറിച്ചിട്ടുള്ള സുന്ദരമായ ഓർമ്മകളാണ്. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. പോയത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് എ മദേഴ്സ് ഗൈഡിങ് ഹാൻഡ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത് ഒരു തോട്ട്സ് ആണ്. റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി ഗ്ലാസ് ഓഫ് മിൽക്ക്. Years later, the woman became old and critically ill with an unknown disease. The local doctors are baffled. They finally sent her to the big city where they cohorted in specialists to study a rare disease. Dr. Howard Kelly was called for the consultation. When he realized her and the town she came from, a strange light filled his eyes. Dressed in his doctor's gown, he went to see her. What would be the thoughts of Dr. Howard Kelly when he saw the woman? അപ്പോൾ ആ വുമണിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഐ റിമെമ്പർ ദാറ്റ് ഡേ ലൈക്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ. ഇന്നലെ എന്ന പോലെ ഞാൻ ആ ദിവസം ഓർമ്മിക്കുകയാണ്. ആ റിമെമ്പർ ദാറ്റ് ഡേ ലൈക്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ. ഐ വാസ് സോ ഹംഗ്രി ആൻഡ് ടയേർഡ് ആൻഡ് ഷീ ടുക്ക് പിറ്റി ഓൺ മീ. എനിക്ക് ഒരുപാട് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അവർക്ക് എന്നോട് ദയ തോന്നി. ഷീ ഗേവ് മീ എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആൻഡ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അവരെനിക്ക് ഒരു ഗ്ലാസ് നിറയെ പാൽ തന്നു. അതെൻ്റെ ജീവിതം ഒന്നാകെ മാറ്റിമറിച്ചു. നൗ ഇറ്റ്സ് മൈ ടേൺ ടു ഹെൽപ്പ് ഹെർ. ഇപ്പോൾ ഇത് എൻ്റെ ഒരു അവസരമാണ് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. നൗ ഇറ്റ് ഈസ് മൈ ടേൺ ടു ഹെൽപ്പ് ഹെർ. ഐ വിൽ യൂസ് ഓൾ മൈ നോളജ് ആൻഡ് സ്കിൽസ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഹെർ ഇൽനെസ്.
ഞാൻ എൻ്റെ ഫുൾ നോളേജും എൻ്റെ കഴിവും സ്കിൽസും അവരുടെ ആ രോഗം ഡയഗ്നോസ് ചെയ്യാനും അവരെ ട്രീറ്റ് ചെയ്യാനും ഉപയോഗിക്കും. ഐ ഓവ് ഇറ്റ് ടു ഹെർ ഫോർ ഹെർ കൈൻഡ്നസ് ഓൾ ദോസ് ഇയേഴ്സ് എഗോ. നെക്സ്റ്റ് സൈൻ ബോർഡ് ചെയ്യാനാണ്. ഡോക്ടർ ഹൊവാർഡ് കെല്ലി പുട്ട് മെനി സൈൻ ബോർഡ്സ് ഇൻ ഹിസ് ഹോസ്പിറ്റൽ, പ്രിപ്പയർ 2 സൈൻ ബോർഡ്സ്. ഇപ്പോൾ സൈൻ ബോർഡ്സ് മിക്കതിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ നേരത്തെ സൈൻ ബോർഡ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ ഹോസ്പിറ്റലിൽ വെക്കാൻ പറ്റുന്ന 2 സൈൻ ബോർഡ് നമ്മളോട് വെക്കാനാണ് പറഞ്ഞത് ഹൊവാർഡ് കെല്ലിയുടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒന്ന് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ നീഡി. ഇപ്പോൾ ഹോസ്പിറ്റലാണല്ലോ, ട്രീറ്റ്മെൻ്റ് ആണല്ലോ, അപ്പോൾ ആവശ്യക്കാർക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഒരു സൈൻ ബോർഡിൽ നമുക്ക് അങ്ങനെ എഴുതാം. രണ്ടാമത്തെ ഡോക്ടർ ഹൊവാർഡ് കെല്ലീസ് ഹോസ്പിറ്റൽ വേർ കമ്പാഷൻ മീറ്റ്സ് കെയർ, വേർ കമ്പാഷൻ മീറ്റ്സ് കെയർ. ഓക്കെ, ഇനി അടുത്തത് ഒരു ന്യൂസ് റിപ്പോർട്ടർ എഴുതാനാണ്. അടുത്തത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഡോണ്ട് ബി പാനിക് അമൻ, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാൻ ഇവിടെയുണ്ട്, നീ പരിഭ്രാന്തനാവണ്ട എന്ന് പറയാണ്. രാധ said soothingly, just hold my waist with one hand and try to paddle slowly with your feet. I will carry you with me. You remember how Radha saved Aman from the river current. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്റ്റോറി അറിയാമല്ലോ, എങ്ങനെയാണ് രാധ അമനെ സേവ് ചെയ്തത്, രക്ഷിച്ചത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദിസ് ഇൻസിഡൻറ്റ് അപ്പിയർഡ് ഇൻ ദ ന്യൂസ് പേപ്പർ നെക്സ്റ്റ് ഡേ. ഈ ഒരു സംഭവം അടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ വന്നു. ഹൗ കുഡ് ബി ദ ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കും? ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് നമ്മൾ എഴുതണമെങ്കിൽ ആദ്യം നമ്മളൊരു പത്രത്തിൻ്റെ പേരെഴുതണം. ഓക്കെ, പത്രത്തിൻ്റെ ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും പത്രത്തിൻ്റെ പേരെഴുതുക. എന്നിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഹെഡിങ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനുള്ള ഫോർമാറ്റാണ്. നമ്മൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് എഴുതണം എന്ന് പറയുന്ന പോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ആ പേപ്പറിൻ്റെ പേരും എഴുതുക, ഒരു ഹെഡിങ്ങും എഴുതുക, പിന്നെ ഇത് എവിടെയാണോ നടന്നത് ആ സ്ഥലത്തിൻ്റെ പേരും എഴുതണം. ഓക്കെ, ലോക്കൽ ഗേൾ സേവ്സ് ഫ്രണ്ട് ഫ്രം ഡ്രോണിങ്. Rajpur. In a heroic act, a 12-year-old Radha saved her friend Aman from drowning in the river yesterday evening. ഇന്നലെ വൈകുന്നേരം 12 വയസ്സ് മാത്രമുള്ള രാധ എന്ന പെൺകുട്ടി അവളുടെ സുഹൃത്തായ അമനെ പുഴയിൽ നിന്ന് മുങ്ങുന്നതിൽ നിന്ന് രക്ഷിച്ചു. അക്കോർഡിംഗ് ടു ഐ വിറ്റ്നസ്, ദൃക്സാക്ഷികൾ പറഞ്ഞത് പ്രകാരം അമൻ ഹാഡ് സ്ലിപ്ഡ് ഇൻ ടു ദ റിവർ വൈൽ പ്ലേയിങ് നിയർ ദ ബാങ്ക്സ്. Radha, who was present at the scene, quickly jumped into the river and saved Aman. Both Radha and Aman were taken to the hospital for treatment and are reported to be safe and sound. രണ്ടുപേരെയും ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ ഇപ്പോഴും സേഫാണ്, നല്ല സുഖമായി ഇരിക്കുന്നു. The incident has been praised by the locals who have hailed Radha as hero. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷനാണ്. യു ഹാവ് റെഡ് ദ സ്റ്റോറി ഓഫ് ഡോക്ടർ കെല്ലി, ഹാവിൻ യു? ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ക്വാളിറ്റീസ് ലൈക്ക് മേഴ്സി, കൈൻഡ്നസ്, ലവ്. ഡിസ്ക്രൈബ് ദ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ഡോക്ടർ ഹൊവാർഡ് കെല്ലി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യാം. ഇനി എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് ഇവിടെ 1 ഡേ തന്നിട്ടുണ്ട്. ഇവിടെ 1 ഡേക്ക് എന്താ പ്രത്യേകത, എന്താ തെറ്റ്? 1 എന്ന് പറയുന്നത് ഓ ഇതിൽ ഷുഡ് ബി ക്യാപിറ്റൽ. ഒരു സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 1 ഡേ ഇങ്ങനെ അത് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, എ പുവർ ബോയ് വാസ് സെല്ലിങ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡേ ടു പേ ഹെർ. ഹെർ എന്നിവിടെ പറയില്ല, പുവർ ബോയ് ആണല്ലോ, ആൺകുട്ടിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഹെറിന് പകരം എന്താ ഉപയോഗിക്കേണ്ടത്? ഹിസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫ്രം ഡോർ ടു പേ ഹിസ് വേ ത്രൂ സ്കൂൾ. ഇനി ഇറ്റ് വാസ് എ ഹോട്ട് ഡേ ആൻഡ് ഹീ ഫീൽ എന്ന് പറയില്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇതും പാസ്റ്റ് ടെൻസിലാക്കണം. ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഫെൽറ്റ് എന്നാണ്. ഇപ്പോൾ ഹീ ഫെൽറ്റ് ടയേർഡ് ആൻഡ് നെക്സ്റ്റ് ഹംഗ്രി ആണ്. ഹംഗ്രിക്ക് എന്താ പ്രശ്നം? ഹംഗ്രീൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, HUNGRY ആണ്. അപ്പോൾ ഹംഗ്രി എന്ന് നമുക്ക് എഴുതാം. ഹീ ഹാഡ് ഓൺലി 1 thin dime ലെഫ്റ്റ് അബൌട്ട് ഹിം. ഇവിടെ ലെഫ്റ്റ് അബൌട്ട് ഹിം എന്നല്ല, ലെഫ്റ്റ് വിത്ത് ഹിം എന്നാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ്.
ഇതിൽ ഒരേപോലെയുള്ള ഫോർമാറ്റ് തന്നെ ആയിരിക്കും. ഒന്ന് ക്യാപിറ്റൽ ചെയ്യാനുണ്ടാവും. അതേപോലെ സ്പെല്ലിങ് തെറ്റ് മിക്കവാറും വരുന്നതാണ്, സ്പെല്ലിങ് മിസ്റ്റേക്ക്. അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസും അതും എല്ലാത്തിലും കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു പ്രപ്പോസിഷൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ടാവും. ഇത്രയും നമ്മൾ സാധാരണ കാണുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മളൊരു തോട്ടാണ്. ഇത് പ്രീവിയസ് ഇയറിൽ വന്നതാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ദ പ്രിൻസ് മാരീഡ് സിൻഡ്രല്ല ആൻഡ് ടുക്ക് ഹെർ ടു ദ പാലസ്. ഷീ പാർഡേൺഡ് ഹെർ സ്റ്റെപ്പ് മദർ ആൻഡ് ഹെർ സിസ്റ്റർ. അപ്പോൾ പ്രിൻസ് സിൻഡ്രല്ലയെ മാരി ചെയ്തു, എന്നിട്ട് പാലസിലേക്ക് കൊണ്ടുപോയി അവളുടെ സ്റ്റെപ്പ് മദറിനും സിസ്റ്ററിനൊക്കെ മാപ്പ് കൊടുത്തു. ഷീ ടുക്ക് ദം ഹോൾ ടു ദ പാലസ് വിത്ത് ഹെർ. അവരെ എല്ലാവരെയും കൂട്ടി അവൾ എങ്ങോട്ട് പോയി? പാലസിലേക്ക് പോയി. ദ സ്റ്റെപ്പ് മദർ ഫെൽറ്റ് സോറി ഫോർ ട്രീറ്റിംഗ് സിൻഡ്രല്ല ബാഡ്ലി. അപ്പോൾ സ്റ്റെപ്പ് മദറിന് ഭയങ്കര സങ്കടമായി. വളരെ ബാഡായിട്ടാണല്ലോ സിൻഡ്രല്ലയോട് പെരുമാറിയത്. പക്ഷേ സിൻഡ്രല്ല അതെല്ലാം മാപ്പ് കൊടുത്ത് അവരെ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ സ്റ്റെപ്പ് മദർ. സ്റ്റെപ്പ് മദറിൻ്റെ തോട്ട്സ് എഴുതാനാണ്. ഐ ഷുഡ് നോട്ട് ഹാവ് ട്രീറ്റഡ് സിൻഡ്രല്ല സോ ക്രൂവലി. ഞാൻ ഒരിക്കലും സിൻഡ്രല്ലിനെ ഇത്രയും ക്രൂരതയോടെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. വെൻ മൈ ഡോട്ടേഴ്സ് ടുക്ക് എ ഹെവേ സിൻഡ്രല്ലാസ് ഗുഡ് ഡ്രസ്സസ് ആൻഡ് മെയ്ഡ് ഹെർ വിയർ വുഡൻ ഷൂസ് ഐ ഷുഡ് ഹാവ് സ്റ്റോപ്ഡ് ദം ഫ്രം ഡൂയിങ് such bad things to Cinderella. When my daughters took away Cinderella's good dress and made her wear wooden shoes. എൻ്റെ മക്കൾ സിൻഡ്രല്ലയുടെ നല്ല ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴും അവളെ വുഡൻ ഷൂസ്, മരം കൊണ്ടുണ്ടാക്കിയ ഷൂ അണിയിക്കുമ്പോഴും ഞാൻ അവരെ തടുത്തു നിർത്തേണ്ടതായിരുന്നു, ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഐ ഷുഡ് നോട്ട് ഹാവ് മെയ്ഡ് സിൻഡ്രല്ല വർക്ക് അറ്റ് ഹോം ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്. രാവിലെ മുതൽ രാത്രി വരെ അവളെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഐ ഷുഡ് നോട്ട് ഹാവ് മെയ്ഡ് സിൻഡ്രല്ല വർക്ക് അറ്റ് ഹോം ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്. ഷീ ഹാഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, മേക്ക് ദ ഫയർ, കുക്ക് ആൻഡ് വാഷ്. അവൾക്ക് എന്തെല്ലാം ചെയ്യണമായിരുന്നു? രാവിലെ എഴുന്നേൽക്കണം, തീ ഉണ്ടാക്കണം, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം. ഐ നോട്ട് ഈവൻ ഗിവ് ഹെർ എ ബെഡ് ടു സ്ലീപ്പ് കംഫർട്ട്. ഞാൻ അവൾക്കൊരു ബെഡ് പോലും കൊടുത്തില്ല. നല്ല സുഖമായിട്ട് ഒന്ന് ഉറങ്ങാനുള്ള ഒരു ബെഡ് പോലും ഞാൻ അവൾക്ക് കൊടുത്തില്ല. അതൊക്കെ ആയിരുന്നു സ്റ്റെപ്പ് മദറിൻ്റെ തോട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എഡിറ്റിംഗ് നോക്കാം. ഇതും പ്രീവിയസ് ഇയർ ആണ്. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ടഡ് ഏർലി ഓൺ ദ മോർണിംഗ്. ഏർലി ഓൺ എന്ന് ഒരിക്കലും പറയില്ല, ഇൻ ദ മോർണിംഗ് ആണ് പറയുക. ഏർലി ഇൻ ദ മോർണിംഗ്. ബൈ നോൺ ദേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വാസ് ഒരിക്കലും പറയില്ല, വേറാണ്. അതായത് വാസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ, ഒരൊറ്റ ആളുണ്ടാകുമ്പോൾ. ഇവിടെ ദേ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദേ വേർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അറ്റ് എ ബ്യൂട്ടിഫുൾ സെക്ലൂഡഡ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണ്? SECLUDED, സെക്ലൂഡഡ്. ഓക്കെ, സ്പോട്ട് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ യമുന. ഇവിടെയും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? യമുനയിൽ വൈ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. കാരണം ഒരാളുടെ പേര്, സ്ഥലം ഇതൊക്കെ വരുമ്പോൾ, റിവർ, മൗണ്ടെയിൻ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. ദ ബ്ലൂ വാട്ടർ ഓഫ് ദ റിവർ വാസ് ക്ലിയർ ക്രിസ്റ്റൽ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ് ക്ലിയർ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ക്രിസ്റ്റൽ ക്ലിയർ. ഒന്നുമില്ല, ഇതൊന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി. ക്രിസ്റ്റൽ ക്ലിയർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രിപ്പോസിഷൻ വന്നു, ഒരു പ്ലൂരൽ വന്നു, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ഒരു ക്യാപിറ്റലൈസേഷൻ വന്നു, പിന്നെ വേർഡ് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന എഡിറ്റിങ്ങിൻ്റെ ഒരു ഫോമാണ്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിക്ചർ തരും, എന്നിട്ട് പിക്ചറിലുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതണം. ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ ഇത് നമ്മൾക്ക് കണ്ടാൽ അറിയാം, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു ടൗൺ ആണെന്നറിയാം. അത് എങ്ങനത്തെ ടൗണാണ്? വില്ലേജിലുള്ള ഒരു ടൗണാണ്. ഇവിടെ പൂ വിൽക്കുന്നുണ്ട്, വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട്, ഫിഷ് വിൽക്കുന്നുണ്ട്, ചിലർ വാങ്ങുന്നുണ്ട്, ചിലർ സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് കച്ചവടക്കാർ, ചെറിയ സ്മോൾ കച്ചവടക്കാരല്ലേ നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇൻ ദ പിക്ചർ വി സി എ വില്ലേജ് മാർക്കറ്റ്. വി ക്യാൻ സീ സം ഷോപ്സ് വെർ വി ഫൈൻഡ് ബഞ്ചസ് ഓഫ് ബനാന ഹാങ്ങിങ്.
ഇവിടെ നമ്മൾ കണ്ടപ്പം ബഞ്ചസ് ഓഫ് ബനാന അല്ലേ, വാഴപ്പഴം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. പീപ്പിൾ ആർ ബൈയിങ് തിങ്സ്, ആളുകൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലേ. പീപ്പിൾ ആർ ബൈയിങ് തിങ്സ്. വി ക്യാൻ സീ എ ലേഡി സെല്ലിങ് ഫിഷ്, നമുക്കൊരാൾ ലേഡി ഫിഷ് സെല്ല് ചെയ്യുന്നത് നമുക്ക് കാണാം. അനദർ ലേഡി ഈസ് സെല്ലിങ് പൈനാപ്പിൾസ് ആൻഡ് വെജിറ്റബിൾസ് ലൈക്ക് പംകിൻ ആൻഡ് അതേഴ്സ്. അപ്പോൾ അനദർ ലേഡി എന്താണ്, പംകിനൊക്കെയാണ് വിൽക്കുന്നത്. വൺ ലേഡി ഈസ് സെല്ലിങ് ഫ്ലവേഴ്സ്, അനദർ ലേഡി എന്താ ചെയ്യുന്നത്, ഫ്ലവേഴ്സ് സെല്ല് ചെയ്യാണ്. We can see a dog lying quietly between the lady selling pineapples and the one selling flowers. A man in spectacles seemed to be interested in buying pineapple, whereas his daughter seemed to be near on ബൈയിങ് ഫിഷ്. ഓക്കെ, ഇനി നമുക്ക് സിൻഡ്രല്ല കുറച്ച് സ്റ്റോറിയിൽ കുറച്ച് ഈവൻറ്റ്സ് കറക്റ്റ് അല്ലാത്ത ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെയും ചോദ്യം വരാം. ഇതും ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ വന്നതാണ്. അപ്പോൾ നമ്മളോട് അത് റീ അറേഞ്ച് ചെയ്ത് അത് ശരിക്കുള്ള ഓർഡറിൽ നമ്മൾ എഴുതണം. പക്ഷേ നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തരും, നമ്മൾ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാൽ മതി. ഓക്കെ, ദേ മെയ്ഡ് സിൻഡ്രല്ല ഡു ഹെവി വർക്ക്സ് ഫ്രം ഏർലി മോർണിംഗ് ടു നൈറ്റ്. സിൻഡ്രല്ലയ്ക്ക് രാവിലെ മുതൽ രാത്രി വരെ ഭാരപ്പെട്ട പണികൾ എടുക്കേണ്ടതായിരുന്നു. സിൻഡ്രല്ല ലോസ്റ്റ് ഹെർ മദർ ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. നന്നേ ചെറുപ്പത്തിലെ അവൾക്ക് അവളുടെ അമ്മ മരിച്ചുപോയി, അമ്മയെ നഷ്ടപ്പെട്ടു. ദ ന്യൂ വൈഫ് ആൻഡ് ഹെർ 2 daughters were very cruel to സിൻഡ്രല്ല. പുതിയ ഭാര്യയും അവരുടെ 2 ഡോട്ടേഴ്സും വളരെയധികം ക്രൂരത ചെയ്തിരുന്നു. ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ സെൻറ്റേഴ്സ് ദേ നെയിംഡ് ഹെർ സിൻഡ്രല്ല. അവൾ സിൻറ്റേഴ്സിലായിരുന്നു കിടന്നിരുന്നത്, അതുകൊണ്ട് അവളെ സിൻഡ്രല്ല എന്ന പേര് ഇട്ടു. സിൻഡ്രല്ലാസ് ഫാദർ മാരീഡ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് ലേഡി. അപ്പോൾ ഇത് വായിക്കുമ്പം തന്നെ നമുക്ക് ആ ഓർഡറിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സിൻഡ്രല്ല ലോസ്റ്റ് ഹെർ മദർ ഇൻ ഹെർ ഏർലി ചൈൽഡ്ഹുഡ്. Cinderella's father married a proud and unkind lady. The new wife and her 2 daughters were very cruel to Cinderella. They made Cinderella do heavy works from morning to night. As she slept in cinders, they named her Cinderella. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ വേർഡ് പിരമിഡ് തന്നിട്ട് അത് ഫില്ല് ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് നോക്കാം. എ പ്ലേസ് ഇൻ ദ മൗണ്ടെയിൻ. മൗണ്ടെയിനിൽ ഒരു സ്ഥലമാണ്, അതിനെന്താ നമ്മൾ പറയാം, ഗ്രിറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഗ്രിറ്റ് എന്താണ് പറയുക, ഗ്രിറ്റ്. ഇനി അടുത്തത് എ സ്മോൾ ഏരിയ ഓഫ് ലാൻഡ് വിത്ത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രീസ്. അങ്ങനെ പ്രത്യേക ടൈപ്പുള്ള ട്രീസ് ഉള്ള ആ സ്ഥലത്തിന് എന്താ നമ്മൾ പറയുക, ഗ്രേവ് എന്നാണ് പറയുക. എന്താണ്, ഗ്രേവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈറ്റ് ക്വിക്ക്ലി. പെട്ടെന്ന് കഴിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുക, പെട്ടെന്ന് കഴിക്കുന്നത് നമ്മൾ പറയുക ജവർ എന്നാണ് പറയുക. ഓക്കെ, DEVOUR. ഇനി അടുത്ത് നോക്കാം. സ്പീക്ക് വെരി ക്വയറ്റ്ലി. നമ്മൾ മെല്ലെ പറയുന്നത് എന്താ പറയുക, വിസ്പർ എന്നാണ് പറയുക. WHISPER. ഇനി അടുത്ത എന്താണ്, ഷോ കെയർ അബൌട്ട് സംബഡീസ് പ്രോബ്ലം. മറ്റുള്ളവരുടെ പ്രോബ്ലത്തിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിമ്പതി കാണിക്കുക, ദയ കാണിക്കുക. അതിനെന്താ പറയുക, നമ്മൾ സിമ്പതി എന്നാണ് പറയുക. ഈ മോഡലും ഇതിനു മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേർഡിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. ഇതും കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസ് മാരീഡ് സിൻഡ്രല്ല ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾ കോർട്ടിയേഴ്സ്, സിൻഡ്രല്ല സ്റ്റെപ്പ് മദർ ആൻഡ് സിസ്റ്റർ. All the countrymen gathered in the palace to greet them. The next day, all the newspaper reported the wedding. What would be the likely news report? അപ്പോൾ സിൻഡ്രല്ലയുടെ വിവാഹം നടന്നു. അപ്പോൾ അത് അടുത്ത ദിവസം ന്യൂസ് പേപ്പറിലൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹെഡിങ് എഴുതണം, ന്യൂസ് പേപ്പറിൻ്റെ പേരും മുകളിൽ എഴുതണം, എന്നിട്ട് നടന്ന സ്ഥലത്തിൻ്റെ പേര് എഴുതണം. Prince Land, 25th January 2025. The marriage of the prince and Cinderella was a huge celebration. ഒരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു. The entire country was in happy mode. Cinderella in her white wedding gown and pearl necklace looked like real princess. അപ്പോൾ സിൻഡ്രല്ലയെ കാണാൻ നല്ല അടിപൊളി നല്ലൊരു റിയൽ പ്രിൻസസിൻ്റെ മാതിരി ഉണ്ടായിരുന്നു, യഥാർത്ഥ രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം, സിൻഡ്രല്ല ഇൻ ഹെർ വൈറ്റ് വെഡ്ഡിങ് ഗൗൺ ആൻഡ് പേൾ നെക്ലേസ് ലുക്ക് ലൈക്ക് ഹെയർ റിയൽ പ്രിൻസസ്. വൈറ്റ് ഗൗണായിരുന്നു, അതേപോലെ പേൾ നെക്ലേസിലും ഒരു യഥാർത്ഥ രാജകുമാരിയെ പോലെ തോന്നി. ദർ വാസ് എ ഗ്രേറ്റ് ജുബിലേഷൻ വെൻ ദേ കെയിം ടു ദ stage to greet the guests. There was the lighting of the candle, cake cutting and wine toasting.
The musician played fine music and people danced. The prince and Cinderella also danced. There was a sumptuous party waiting for all the guests in the dining hall. People came to wish the newly married couple a happy and long married life. Even the stepmother and her two daughters who had mistreated Cinderella came to wish her happiness. They were happy that they had been forgiven by the King Cinderella. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തതും വേറൊരു ചോദ്യ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാം പ്രീവിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. രാജ ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ. രാജ സാൻഡൽവുഡ് ട്രീ കുലുക്കി. ദർ വാസ് എ ഹെവി ഷവർ. ഭയങ്കര ഷവറായിരുന്നു. ഗ്രാൻഡ് ഫാദർ ആൻഡ് രാജ വർ സോക്ഡ്. അവർ രണ്ടാളും നനഞ്ഞു കുതിർന്നു. ഗ്രാൻഡ് വാസ് ആംഗ്രി ആൻഡ് റാൻ ആഫ്റ്റർ ഹിം ടു ബീറ്റ്. അപ്പം ഗ്രാൻഡ് ഫാദറിന് എന്ത് പറ്റി? ദേഷ്യം വന്നു. രാജയെ അടിക്കാൻ വേണ്ടി ഓടിച്ചു. രാജ ഹൈഡ് ഇൻ ദ കൗഷെഡ്. ഹി ഡിഡ് നോട്ട് റിട്ടേൺ ഹോം അണ്ടിൽ ഇറ്റ് വാസ് ഡാർക്ക്. അപ്പോൾ രാജ എന്ത് ചെയ്തു? കൗഷെഡിൽ പോയിട്ട് ഹൈഡ് ചെയ്തു. രാത്രി ആവുന്ന ഇരുട് ആവുന്നവരെ അവൻ പുറത്തേക്ക് വന്നില്ല. ഗ്രാൻഡ് മദർ വാസ് വെറീഡ്. ഷീ ലുക്ക്ഡ് രാജ എവ്രിവർ. ദെൻ ഷീ റിട്ടേൺ ടു ഗ്രാൻഡ് ഫാദർ. ഷീ ബ്ലെയിംഡ് ഹിം. അങ്ങനെ രാജയെ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും പോയി. ലാസ്റ്റ് ഗ്രാൻഡ് ഫാദർ അടുത്ത് വന്നു. എന്നിട്ട് ഗ്രാൻഡ് ഫാദറിനെ കുറ്റപ്പെടുത്തി. പ്രിപ്പയർ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ്, വേർ ഈസ് രാജ? ഐ ഹാവ് ലുക്ക്ഡ് എവരിവർ ഫോർ ഹിം. എവിടെ രാജ? ഞാൻ അവനെ എല്ലായിടത്തും തപ്പി. ഗ്രാൻഡ് ഫാദർ, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഹീ ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ. അവന് ചന്ദനമരം പിടിച്ചു കുലുക്കി. എൻ്റെ കോസ്റ്റ് ഹെവി ഷവർ. ഭയങ്കര ഷവർ ഉണ്ടായി. ഐ വാസ് ആംഗ്രി. ഞാൻ ദേഷ്യപ്പെട്ടു. ഗ്രാൻഡ് മദർ, യു സ്കെയർഡ് ഹിം. നിങ്ങൾ അവനെ പേടിപ്പിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് വൈ ഹി ഈസ് ഹൈഡിങ്. അതുകൊണ്ട് അവനെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. യു ഷുഡ് ബി മോർ പേഷ്യൻറ്റ് വിത്ത് ഹിം. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ഷമ കാണിച്ചൂടെ? ഗ്രാൻഡ് ഫാദർ, ബട്ട് ഹി വാസ് ബീയിങ് നോട്ടി. അവന് ഭയങ്കര കുരുത്തക്കേടാണ് കാണിക്കുന്നത്. ഹി ഷുഡിൻ ഹാവ് ഷെയ്ക്കൺ ദ ട്രീ. ആ മരം ഒന്നും കുലുക്കാൻ അവൻ പാടില്ലായിരുന്നു. ഗ്രാൻഡ് മദർ, ഹി ഈസ് ജസ്റ്റ് എ ചൈൽഡ്. അവൻ ചെറിയൊരു കുട്ടിയല്ലേ. ഹി ഡസ് ഇറ്റ് നോ എനി ബെറ്റർ. അവൻക്ക് എന്താണെന്നൊന്നും അറിയില്ല. യു ഷുഡ് ഹാവ് എക്സ്പ്ലെയിൻഡ് തിങ്സ് ടു ഹിം കാംലി ഇൻസ്റ്റെഡ് ഓഫ് ചേസിങ് ഹിം. അവൻ്റെ പിറകെ ഓടുന്നതിനെക്കാട്ടും നിങ്ങൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലായിരുന്നോ നല്ലത്? ഗ്രാൻഡ് ഫാദർ, ഐ ആം സോറി. ഐ വിൽ ഗോ ലുക്ക് ഫോർ ഹിം ആൻഡ് അപ്പോളജൈസ്. ഓ, ഐ ആം സോറി. അവനെ കണ്ടിട്ട് ഞാൻ അവനോട് ക്ഷമ ചോദിക്കാം. ഗ്രാൻഡ് മദർ, ഗുഡ്. ഗോ ബ്രിങ് ഹിം ഹോം സേഫ്ലി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്